ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിസന്ധിയൊഴിയാതെ മഹാസഖ്യം 7 മുതൽ 8 സീറ്റുകളിൽ വരെ സൗഹൃദ മത്സരത്തിന് സാധ്യതയുണ്ട്. കോൺഗ്രസ് ബീഹാർ അധ്യക്ഷൻ രാജേഷ് റാം മത്സരിക്കുന്ന മണ്ഡലത്തിൽ RJD സ്ഥാനാർത്ഥിയും മത്സരിച്ചേക്കും. വൈശാലിയിലും ലാൽഗഞ്ചിലും RJD കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുമെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. വിനീത VG പറ്റ്നയിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ചേരുന്നു. വിനീത, മഹാസഖ്യത്തിന്റെ മഹാതർക്കം, അതിൽ ഒരു സമവായം ഉണ്ടാകുന്നില്ല എന്നാണോ? എന്താണ് ഇന്ന് പുറത്തുവന്ന വിവരങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ചർച്ചകളൊക്കെ പൂർത്തിയാക്കി എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും സഖ്യത്തിനുള്ളിൽ ഇപ്പോഴും ആശങ്കകളും പ്രതിസന്ധിയും നിലനിൽക്കുന്നുവെന്ന് തന്നെയാണ്. മഹാസഖ്യത്തിനുള്ളിൽ ഇപ്പോഴും പ്രതിസന്ധികൾ ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചതിന് പിന്നാലെയും ചില മണ്ഡലങ്ങളിൽ തമ്മിൽ ധാരണയിലായിട്ടില്ല. ആ മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ചില മണ്ഡലങ്ങളിൽ മഹാസഖ്യത്തിലെ സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുന്ന ഒരു ഘട്ടവുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് 7 മുതൽ 8 സീറ്റുകളിൽ വരെ സൗഹൃദ മത്സരത്തിന് സാധ്യത എന്നാണ്. ആദ്യഘട്ടത്തിൽ CPI മത്സരിക്കുന്ന ബൻസ്വാരയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നാലെ കോൺഗ്രസ് ബീഹാർ അധ്യക്ഷൻ രാജേഷ് റാം മത്സരിക്കുന്ന കുടുംബ മണ്ഡലത്തിൽ RJD സ്ഥാനാർത്ഥി മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഒപ്പം തന്നെ വൈശാലി ലാൽഗഞ്ച് മണ്ഡലങ്ങളിലും RJDയും കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. വൈശാലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സഞ്ജീവ് സിംഗിനെതിരെ RJD സ്ഥാനാർത്ഥി അഭയ് കുഷ്വാഹയായിരിക്കും മത്സര രംഗത്തുണ്ടാവുക. ലാൽഗഞ്ചിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആദിത്യരാജിനെതിരെ RJD സ്ഥാനാർത്ഥി ശിവാനി സിംഗിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചില മണ്ഡലങ്ങളിൽ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. പക്ഷേ ആ പത്രിക പിൻവലിക്കാൻ ഇരു പാർട്ടികളും തയ്യാറാകാത്തൊരു പശ്ചാത്തലവുമുണ്ട്. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ കോൺഗ്രസ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ 10 മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരവുമായി മുന്നോട്ട് പോകുമെന്ന്. അതിനുള്ളൊരു സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വിനീത VG ആണ് പത്മയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.